റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. അധികാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടികൾ UDFന്റെ രീതി അല്ലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പരസ്യ പ്രസ്താവനകൾ പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണ്. ലീഗ് ഒരിക്കൽ അതൃപ്തി പരസ്യമാക്കി പ്രകടിപ്പിച്ചതാണ്. ഇത്തരം ചർച്ചകൾ വരാതിരിക്കാൻ ഹൈക്കമാൻഡ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. രമേശ് ചെന്നിത്തല ഒരു പോഡ്കാസ്റ്റ് ആരംഭിച്ചു, കേരള യാത്ര എന്ന പേരിൽ. KC വേണുഗോപാൽ ഒരു പുസ്തകം ഇറക്കുന്നു. PD സതീശനും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അവർക്കൊക്കെ വേണ്ടി വലിയ ക്യാമ്പയിനുകൾ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നു. ലീഗ് അതൃപ്തി പരസ്യമാക്കിയിട്ടും ഒരു ഭാഗത്ത് കോൺഗ്രസിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങളുമായിട്ട് നേതാക്കൾ രംഗത്ത്. ഇത്തരം ചർച്ചകൾ അനവസരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പൊരിവെയിലത്ത് UDFന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അത്യധ്വാനം ചെയ്ത് ത്യാഗം ചെയ്തിട്ടാണ് ഈ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അവരുടെ ആ ത്യാഗത്തെ വിസ്മരിച്ചുകൊണ്ട് അധികാരം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അത് UDFന്റെ ഒരു രീതിയല്ല. അങ്ങനെ പോകാൻ പാടില്ല. മുസ്ലിം ലീഗിന് അതിന് ശക്തമായ അഭിപ്രായമുണ്ട്. ഒരിക്കലും ഞങ്ങൾ അതൃപ്തി തന്നെ ഞങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അത് പോകാൻ പാടുള്ളൂ. 4-ാം തീയതി കഴിഞ്ഞ് UDF കൂടിയിരുന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു തീരുമാനത്തിലെ UDFന്റെ തീരുമാനങ്ങളൊക്കെ ഐക്യകണ്ഠേന ഏകോപിച്ചാണ് എടുക്കാതെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അനവസരത്തിൽ ഇത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലായാലും ചാനലുകളായിരുന്നാലും വാർത്താ മാധ്യമങ്ങളിലായിരുന്നാലും വരുന്നത് UDFന്റെ സൽകീർത്തിക്ക് അപമാനകരമാണ്. അത്തരമൊരു സാഹചര്യം തന്നെ ഹൈക്കമാൻഡ് യഥാവസരം ഇടപെട്ട് ഇതിലൊരു തീരുമാനമെടുക്കും. ആ സമയത്ത് ഘടകകക്ഷികളുമായൊക്കെ ആശയവിനിമയം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുക. അതുവരെ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ ഹൈക്കമാൻഡ് ഒന്നുകൂടി ജാഗ്രത പുലർത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ ലീഗ് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ക്ലെയിമിങ്ങിനോട് എന്താണ് ലീഗിന്റെ ഒരു നിലപാടെന്ന്? അല്ല, അതിൽ ഞങ്ങൾ കക്ഷി ചേരുന്ന തർക്കം നടക്കുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും അത് കോൺഗ്രസ് തീരുമാനിക്കും. കോൺഗ്രസിന്റെ അഭിപ്രായം വന്നതിന് ശേഷം UDF തീരുമാനിക്കും. ആ സമയത്ത് ആ തീരുമാനത്തോട് UDFന്റെ പൊതു തീരുമാനത്തോടൊപ്പം മുസ്ലിം ലീഗ് നിൽക്കും. അപ്പോൾ ഹൈക്കമാൻഡാണല്ലോ ഈ കാര്യത്തിലൊക്കെ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാൻ വ്യക്തമായ അഭിപ്രായങ്ങൾ ലീഗിൻ്റെ കയ്യിലുണ്ട്. ലീഗ് അപ്പോഴേ അത് പറയൂ. അല്ലെങ്കിൽ UDFൽ ചർച്ച ചെയ്യുമ്പോൾ ലീഗ് പറയും. അല്ലെങ്കിൽ UDFന്റെ യോഗം ചേർന്ന് മുഖ്യമന്ത്രി ലീഗ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. അതൊക്കെ UDF കൂടിയിരുന്ന് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. പ്പെട്ട പ്രസ്താവനയാണ്. UDF കൂടിയിരുന്ന് ആലോചിച്ച് ലീഗ് ആവട്ടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ലീഗ് ആവണം എന്നുള്ളൊരു ആഗ്രഹം അല്ല. ഞങ്ങൾ UDFന്റെ ഒരു അഭിപ്രായം വേണ്ട എന്ന് തടസ്സപ്പെടുത്താനൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല. ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, മലപ്പുറം. മുബഷിർ P. അക്ബർ ഉണ്ട് തത്സമയം. മുബഷിർ, ശക്തമായ ഭാഷയിലാണ് ലീഗ് താക്കീത് നൽകുന്നത്. UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കടിപിടികൾ അതൊരു UDFന്റെ രീതിയല്ല, അതിലുള്ള അതൃപ്തി പരസ്യമാക്കിയിരുന്നു എന്ന് തന്നെയാണ് PMA സലാം പറയുന്നത്. പക്ഷേ PMA സലാം ഇത് പറയുന്ന സമയത്ത് ആലുവയിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് ഉയരുന്നുണ്ടായിരുന്നു. VD സതീശന്റെ UDF ജയിക്കും, VD സതീശൻ നയിക്കും. അപ്പോൾ ലീഗിന് അതൃപ്തിയുണ്ട് ഈ കടിപിടികളിൽ, അല്ലേ? തീർച്ചയായും ഡോക്ടർ കുമാർ, അതൃപ്തിയുണ്ട്. അതൃപ്തി ഒരു തവണ പരസ്യമാക്കി പറഞ്ഞതാണ്. ലീഗിന്റെ പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതൃപ്തി പറഞ്ഞതാണ്. പക്ഷേ ഒരു തരത്തിലും കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്നും വിട്ടുപോകുന്നില്ല. ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. പല ചേരികളായി തിരിഞ്ഞുകൊണ്ട് 3 നേതാക്കൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ, ക്യാമ്പുകൾ നടത്തുന്നു, PR വർക്കുകൾ നടത്തുന്നു, സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ തുടരുന്നു. UDF പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തതാണെന്ന് മുസ്ലിം ലീഗ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്താണ്. ഇപ്പോൾ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിലെ ഒരു ചർച്ചയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം കടിപിടികൾ, സാധാരണഗതിയിൽ LDF ആണ് സ്ഥാനത്തിന് വേണ്ടി UDF കടിപിടി നടത്തുന്നതെന്നൊക്കെ തന്നെ പറയാറുള്ളത്. UDFിലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ലീഗ് തന്നെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചർച്ചകൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കടിപിടികൾ അവസാനിപ്പിക്കണം. അത് സംഘടനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം ചർച്ചകൾ അനവസരത്തിലെന്നതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് ഇടപെടുമെന്ന പ്രതീക്ഷയുണ്ട് എന്നുള്ളതായിരുന്നു ലീഗ് പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കി ലീഗ് ഇപ്പോൾ കൃത്യമായിട്ടും അഭിപ്രായം പരസ്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ചർച്ചകൾ വരാതിരിക്കാൻ ഹൈക്കമാൻഡ് ഒന്നുകൂടി ജാഗ്രത പുലർത്തണം. ഇത്തരം ചർച്ചകൾ UDFന്റെ സൽകീർത്തിക്ക് അപമാനകരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതൃയോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും, ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
ആരെ പിന്തുണക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട നിലപാട് തന്നെ PMA സലാം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ട് അത്തരം നീക്കങ്ങളിൽ ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. അതൃപ്തി പരസ്യമാക്കിയിട്ടും കോൺഗ്രസ് അടങ്ങാത്ത സാഹചര്യത്തിൽ ലീഗ് തുറന്നടിച്ചിരിക്കുന്നു, മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അരുൺകുമാർ. ഇതൊരു മുന്നറിയിപ്പായിട്ടെടുത്താൽ കോൺഗ്രസിന് കൊള്ളാം. UDF-ലെ പ്രവർത്തകർ വെയിലത്ത് കഠിനാധ്വാനം ചെയ്താണ് ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ UDF അധികാരത്തിൽ വരാനുള്ള സീറ്റ് നേടുന്നുണ്ടെങ്കിൽ നേടിക്കൊടുത്തത്. നേതാക്കന്മാരുടെ മാത്രം പരിശ്രമമല്ലല്ലോ, അണികളുണ്ട്, അതിൽ അഹോരാത്രം പരിശ്രമിച്ച പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെയൊക്കെ ഈ ചങ്ങാതിമാർ എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ചിലർ പുസ്തകം ഇറക്കുന്നു, ചിലർ യൂട്യൂബിൽ പുതിയ പരിപാടി തുടങ്ങുന്നു, ചിലർ വലിയ രീതിയിലുള്ള PR വർക്കുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുന്നു. പലതരത്തിലാണ്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില നേതാക്കൾക്കെതിരെയുള്ള അധിക്ഷേപത്തിന് വേണ്ടിയിട്ട് കൊട്ടേഷനും കൊടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും സംഭവങ്ങളൊക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ.